ഇപ്പൊ ചാരിക ഈ രാഷ്ട്രീയം ശ്രദ്ധിക്കാറുണ്ടോ? ചിലപ്പോഴൊക്കെ. എന്തായാലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ശ്രദ്ധിക്കാത്ത ആളുകളില്ല. തീർച്ചയായിട്ടും. ഈ ഇനിയിപ്പം ഇപ്പൊ ഒരു നിലമ്പൂർ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നു, അതിൽ വലിയ പ്രാധാന്യമില്ല. അവിടെ ആര് ജയിച്ചാലും തോറ്റാലും നമ്മുടെ രാഷ്ട്രീയത്തെ അല്ല സർക്കാരിനെ ഒന്നും ബാധിക്കാൻ പോകുന്നില്ല. പക്ഷെ ഇനി വരുന്നത് 2026 വീണ്ടും ഒരു പൊതു തെരഞ്ഞെടുപ്പ്. അപ്പം വീണ്ടും പിണറായി സർക്കാർ തന്നെ അധികാരത്തിൽ വരുമെന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് നോക്കിക്കാണുമ്പോൾ മനസ്സിലാക്കുന്നത്? സത്യം പറഞ്ഞാൽ അദ്ദേഹം വരരുന്നതാണ്, അതായത് പിണറായി സർക്കാർ എന്നല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരരുന്ന ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി. ബേസിക്കലി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ, അതായത് കമ്മ്യൂണിസം നമ്മൾ മലയാളികൾ എല്ലാവരിലും ഉണ്ടെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എല്ലാവരിലും വിപ്ലവീര്യമുണ്ട്. അതൊരു പാർട്ടിയല്ല, അതൊരു വികാരമാണ്. പക്ഷേ ആ വികാരത്തെ നശിപ്പിച്ചു കളഞ്ഞൊരു പാർട്ടി, നശിപ്പിച്ചു കളഞ്ഞ ഒരു ഭരണകർത്താക്കളാണെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇതുപോലെ അഴിമതിയില്ലാത്ത രാജ്യമൊന്നുമല്ല ഇന്ത്യയും കേരളമൊന്നും. പക്ഷേ അഴിമതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വജനപക്ഷപാതം, അതായത് ഈവൻ PSCയിൽ പോലും സ്വജനപക്ഷപാതം കൂടുതൽ കാണിച്ച, അതായത് എന്താ പറയുന്നത്, ഈ ദുരിതാശ്വാസ ഫണ്ടിൽ പോലും കൈയിട്ട് വാരുന്ന, പച്ചയ്ക്ക് കൈയിട്ട് വാരുന്ന, അതൊരു പേടിയുമില്ലാതെ ജനങ്ങളെ ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല, ഞങ്ങളുടെ തോന്നിവാസം കാണിക്കുമെന്നൊരു സ്വേച്ഛാധിപത്യത്തിൽ പോകുന്നെന്ന് പലവട്ടം എനിക്ക് ഈ രണ്ടാമത്തെ സർക്കാരിനോട്, അതായത് ആദ്യം വന്നപ്പോൾ വലിയ വിഷയമില്ലായിരുന്നു, പക്ഷേ സെക്കൻഡ് പാർട്ട് അവർ കയറി കഴിഞ്ഞപ്പോൾ അത് കുറേ കൂടെ ഒന്നുകൂടെ റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെയൊക്കെ ആരോപണങ്ങൾ വരുമ്പോൾ ഇവിടെ ഒരു പ്രതിപക്ഷമില്ലേ? അതാണ് കേരളത്തിൻ്റെ ഗതികേടെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരൊന്നുമല്ല, പക്ഷേ അവർ ശരിക്കും പറഞ്ഞാൽ ഒരു തൊഴിലാളി പാർട്ടിയോ ഒരു ജനങ്ങളുടെ പാർട്ടിയാണെങ്കിൽ കേരളം ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരെ ഒരു വർത്താനം പോലും പറയില്ല. പക്ഷേ ഇന്ന് നമ്മളൊരു പബ്ലിക് ഒപ്പീനിയൻ എടുത്ത് നോക്കുകയാണെങ്കിൽ പിണറായി സർക്കാരിന് തെറി പറയുന്ന ഭൂരിഭാഗം തൊഴിലാളികളും, CIT തൊഴിലാളികൾ ഉൾപ്പെടെ പോലും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ പബ്ലിക് ഒപ്പീനിയൻ പോയപ്പോൾ സാധാരണക്കാരായ വിൽപ്പനക്കാരോടൊക്കെ ചോദിക്കുകയാണെങ്കിൽ, അയ്യോ അയാളെ ഞങ്ങൾ കൺമുമ്പിൽ കിട്ടില്ല, ഞങ്ങൾ ഇങ്ങനെ ആക്കിയ, നമ്മുടെ നാടിനെ ഇങ്ങനെ ആക്കിയ ആളാണെന്നാണ് അവർ വിളിച്ചത്. അതൊക്കെ ചില യൂട്യൂബറല്ല ഞാൻ നേരിട്ട് പബ്ലിക് ഒപ്പീനിയൻ എടുത്ത ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റും. ഒറ്റ ക്വസ്റ്റ്യൻ, പിണറായി അല്ലെങ്കിൽ ആര്? അതൊരു ചോദ്യമാണ്. അതിനെ സത്യത്തിൽ ഞാനും തലകുനിച്ചു പോവുകയാണ് ആ ചോദ്യത്തിന്റെ മുമ്പിൽ. നമ്മൾ അടിയറ വിട്ടു പോകും. കാരണം ഒരു പ്രതിപക്ഷമില്ല, പ്രതിപക്ഷമില്ല, നമുക്ക് പ്രതിപക്ഷമില്ല. അതിലൊരു നേതാവിനെ പറയാൻ ആരുണ്ട്? ഇന്ന് തമ്മിൽ തല്ലാത്ത ഏത് കോൺഗ്രസ് നേതാവാണുള്ളത്? ഖദറിൽ മുഴുവനും അധികാരത്തിന്റെ ആക്രാന്തം നിറഞ്ഞിരിക്കുന്ന, ഇങ്ങനെയും നമ്മൾ എന്താ പറയുമ്പോൾ ഇന്റർനാഷണൽ കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ പുളവും കൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നെഹ്റു എന്ന് പറഞ്ഞാൽ പുളവും കൊണ്ടിരുന്ന കാലം ഉണ്ടായിരുന്നു. വേണ്ട, ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാൽ പുളവും കൊണ്ടിരുന്നു, AK ആന്റണി, K കരുണാകരൻ, കേരളത്തിൻ്റെ കുറേയധികം നന്മകൾ ചെയ്ത നേതാക്കന്മാർ. പക്ഷെ അവരിൽ ഇന്ന് ചൂണ്ടിക്കാണിക്കാൻ ആരുണ്ട്? ഒരാളെ പോലും പറയാൻ എനിക്കില്ല കേട്ടോ. എനിക്ക് ഇന്നത്തെ യുവ കോൺഗ്രസ് നേതാക്കളെ ഒന്നും അറിയില്ല, എനിക്ക് അറിയില്ലെന്ന് തന്നെ പറയാൻ. ഞാൻ വിശ്വസിക്കുന്നത് മൂന്നാമതും പിണറായി സർക്കാർ എന്നല്ല, ഒരു ഇടതുപക്ഷ സർക്കാർ വരും. ഇടതുപക്ഷ സർക്കാർ വന്നാൽ വെസ്റ്റ് ബംഗാളിന്റെ അവസ്ഥയായി മാറും കേരളം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആവണമല്ലോ, ആവണമെന്ന് ആഗ്രഹിക്കുന്നത് കൂടുതൽ പ്രതിപക്ഷമായിരിക്കും. കാരണം പ്രതിപക്ഷത്തിന് ഇവിടെ കോൺഗ്രസിൽ അവർക്ക് ഭരണം കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ചുരുക്കം ചില അണികളുണ്ടാവും, നേതാക്കളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ, അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാൾ, അത്തരത്തിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയാണെങ്കിൽ K സുധാകരനെ KPCC, അതായത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പെട്ടെന്ന് മാറ്റേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ആ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി മുന്നോട്ട് പോകുന്ന ആൾ, ഏറ്റവും പ്രധാനപ്പെട്ട അത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെയാണ്. പലതരത്തിൽ അദ്ദേഹത്തിന് ഇനി അടുത്ത ഭരണം കിട്ടണമെന്ന് തോന്നുന്ന തരത്തിൽ ഒന്നും ആവുന്നില്ല അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തനം. നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ മുമ്പുണ്ടായിരുന്നു, കരുണാകരൻ, ഉമ്മൻചാണ്ടി വരെ അത് ഉണ്ടായിരുന്നു തോന്നാം. അതിനപ്പുറത്ത് ഇപ്പോൾ ഉള്ള ആളുകൾക്ക് പരസ്പരം പോരടിച്ച് തീരാനുള്ള ഒരു എന്താ പറയുക, ഒരു പ്ലാറ്റ്ഫോം. അതെ, പക്ഷേ ഒരു തരത്തിൽ ചിലപ്പോൾ ആഗ്രഹിച്ചു പോകാറുണ്ട്. വേണമെങ്കിൽ ഇത് കേൾക്കുന്ന ആൾക്കാർ, ഇവള് പണ്ടേ ഞാൻ വിചാരിച്ച സംഖ്യയാണെന്ന് ചിലപ്പോൾ പറയും എൻ്റെ വർത്താനം കേൾക്കുമ്പോൾ. പക്ഷേ ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ ഒരു വട്ടമെങ്കിലും ഇവിടെ BJP വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവരുടെ ജാതിപരമായ കാര്യങ്ങൾ ഒഴിച്ചാൽ BJP എന്തായാലും ഭരണം കിട്ടാനുള്ള സാധ്യത ഇല്ലെങ്കിലും ഒരു രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആളെന്നുള്ള രീതിയിൽ ഒരു 5-6 MLA-മാരെ അടുത്ത തവണ തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു ഈ പറയുന്ന ഇത്ര ബാലിശമായിട്ട് ചിന്തിക്കുന്നു, ഇത് പറയുന്നവർ ചിന്തിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കേന്ദ്ര ഭരണ പ്രദേശമാക്കി കേരളത്തെ മാറ്റണം, കുറച്ച് നാളത്തേക്കെങ്കിലും കുറച്ച് അച്ചടക്കം പഠിപ്പിക്കണം, ഈ രാഷ്ട്രീയം മാറ്റി നിർത്തിക്കൊണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ മറ്റ് പല സംസ്ഥാനങ്ങളും ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് നാളത്തേക്കെങ്കിലും ഒരു ഗവർണർ ഭരണം, രാഷ്ട്രപതി ഭരണം ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം, എൻ്റെ ഒരു സ്വപ്നം. പക്ഷേ അത് നമ്മൾ ഈ അനുഭവിക്കുന്ന പല സുഖങ്ങളും ആ സമയത്ത് സുഖം കൂടിപ്പോയതാണ് കേരളത്തിൽ. വേണ്ട, കിട്ടണ്ട, കുറച്ച് നല്ല കാര്യങ്ങളാണ് നടക്കുക. അതോടെ കുറച്ച് ഡിസിപ്ലിൻ ആദ്യം പഠിക്കും. അങ്ങനെ ആഗ്രഹിക്കുക. പക്ഷെ എന്തായാലും ഞാൻ കണക്കാക്കുന്നത് അടുത്ത തവണ ഒരു ഇടതുപക്ഷ സർക്കാർ വരും എന്നുള്ളതിന്. അതിൽ കുറെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഈ അഴിമതി, സ്വജനപക്ഷപാതം ഇതൊക്കെ പറയുമെങ്കിലും സാധാരണ ജനങ്ങൾക്ക് അവരെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം
ഈ സർക്കാർ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ക്ഷേമ പെൻഷൻ അടക്കം എനിക്ക് നേരിട്ട് അറിയുന്ന ആളുകളുണ്ട് ക്ഷേമ പെൻഷൻ വാങ്ങുന്നത്. അവർക്ക് മുടങ്ങാതെ അത് കിട്ടുന്നു. ഇപ്പൊ ഈ ഒരു വർഷമായിട്ടാണ് മുടങ്ങാതെ കൊടുക്കുന്നത്. അത് 6 മാസത്തെ ഇപ്പോഴും പെൻഡിങ്ങാ. 6 മാസമൊന്നുമില്ല, 2 മാസത്തെ മാത്രമേ ഇപ്പൊ പെൻഡിങ് ഉള്ളൂ. 2 മാസത്തെ ഒന്ന് അന്വേഷിച്ച് നോക്ക്. 9 മാസത്തെ പെൻഷൻ കൊടുക്കാതെയാണ് അവസാനത്തെ UDF സർക്കാർ പോയത്. ഇപ്പൊ 2 മാസത്തെ പെൻഷൻ മാത്രമേ. അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, അരി കൊടുത്തും മറ്റേ പഴകിയ അരി കൊടുത്തും കിറ്റ് കൊടുത്തും ജനങ്ങളെ പറ്റിക്കുന്ന പരിപാടിയാണല്ലോ. ജനങ്ങൾ അത്ര മണ്ടന്മാരാണോ? ജനങ്ങൾ മണ്ടന്മാരാക്കിക്കൊണ്ടിരിക്കുന്നു. കാരണം ഇപ്പൊ പറയുന്ന പോലെ ഇവർക്കൊരു ഭാഗ്യമുള്ള സർക്കാരായിട്ടോ ഈ മറ്റേ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. ആദ്യകാലം കയറിയപ്പോൾ പ്രളയം, കൊറോണ, പിന്നെ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വന്നു. അതോടെ തോന്നി കുറെ ഫണ്ടുകൾ വരുന്നു. ആ ഫണ്ടുകൾ കുറെ അടിച്ചു മാറ്റി. ഒറ്റ കാര്യം, ഈ എല്ലാവരും പറയുന്നൊരു സംഭവമാണ് കൊറോണ വന്നു, പ്രളയം വന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ രണ്ടാമത് കൊറോണ വന്നു, വലിയ പ്രശ്നമാണ് കേരളം അഭിമുഖീകരിച്ചത്. ആ സമയത്ത് ആരായിരുന്നു പിന്നീട് വരേണ്ടത്? ഈ കോൺഗ്രസ്സുകാർ വന്നു കഴിഞ്ഞാൽ തമ്മിലടി തീരുവോ? അല്ല, തമ്മിലടി തീരും, അവർക്ക് ഭരിക്കാൻ കോൺഗ്രസ് നമ്മളിവിടെ ന്യായീകരിക്കുന്നില്ല. കോൺഗ്രസ് പിക്ചറിൽ ഇല്ല. അതുകൊണ്ടാണ്. പക്ഷെ ഒന്നെങ്കിൽ ജനങ്ങൾ മുഴുവൻ, ഞാൻ പറഞ്ഞു ഇതൊരു ഉൾട്ടാ ചിന്താഗതിയായിട്ട് തോന്നാം, പക്ഷെ എന്നാലും പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ വോട്ട് ചെയ്യില്ല, ഞാൻ ഒരിക്കലും വോട്ട് ചെയ്യില്ല ഇനി. കാരണം ഇനി നമുക്ക് തോന്നുന്ന ഒരു പാർട്ടി വരുമ്പോഴല്ലാതെ ഒരിക്കലും വോട്ട് ചെയ്യില്ല. പിന്നെ ഞാനെല്ലാം കൃത്യമായിട്ട് വോട്ട് ചെയ്യാറുണ്ട്, കിട്ടിയാൽ വോട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഈ പറയുന്ന അന്ന് നമുക്കൊരാളുണ്ടായിരുന്നു ചെയ്യാനായിട്ട്, പക്ഷെ ഇന്നിപ്പോൾ ആരും ഇല്ല ചെയ്യാൻ. അങ്ങനെ ഞാൻ പറയുന്ന ജനങ്ങൾ അത് പറയില്ല കാരണം അവർ തോറ്റുപോയി, എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അന്ന് നേതാക്കന്മാരെല്ലാവരും മോശക്കാരെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു നേതാക്കന്മാരുണ്ടായിരുന്നു നമുക്ക് കോൺഗ്രസിലും. അന്ന് വന്നാൽ കൊള്ളാമെന്ന് ചിന്തിച്ചിരുന്ന ആൾക്കാരുണ്ടായിരുന്നു നമ്മുടെയൊക്കെ മണ്ഡലങ്ങളിൽ. പക്ഷേ ഈ പറയുന്ന പോലെ ഈ CPM വന്നാൽ അല്ലെങ്കിൽ CPM വരരുതെന്ന് ആഗ്രഹിക്കുന്നതിൻ്റെ ഒരു കാരണം ഇതൊക്കെ തന്നെയാണ്. പണ്ട് ചിന്തിച്ചിരുന്നത് ഇവർക്കൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ അണികളെന്നും അണികളായിട്ട് തുടരുക, മുതലാളികളെന്നും മുതലാളികളായി തുടരുക എന്നതാണ് CPMന്റെ ഒരു രീതി. പഴകി തീർന്ന് പറഞ്ഞു തീർത്ത് എന്താ പറയാ, ആരും കേൾക്കാത്ത ചില എന്താ പറയാ വാദങ്ങൾ മാത്രം. അല്ല, അങ്ങനെ വാദിക്കാമെന്നേ ഉള്ളൂ, വാദിക്കാം. അല്ലാതെ ആരാണ് വോട്ട് ചെയ്യേണ്ടത് ജനങ്ങളാണ്. അതെ, പക്ഷെ ഞാൻ പറയുന്നത് ജനങ്ങൾ വോട്ട് ചെയ്യരുത്, ജനങ്ങൾ പൂർണ്ണമായിട്ട് വോട്ടിംഗ് ബഹിഷ്കരിക്കണം. ഈ വോട്ടിംഗ് ബഹിഷ്കരിക്കണം എന്നൊക്കെ പറയുന്നത് രാജ്യദ്രോഹ കുറ്റം കേട്ടോ. എന്തിനാ രാജ്യദ്രോഹ കുറ്റമെന്ന്? വോട്ടിംഗ് ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല, ആരും ഇല്ല കൊടുക്കാൻ. ഈ എന്തിനാണ് ഈ അഴിമതിക്കാർക്ക് കൊടുക്കുന്നതിലും ഭേദം അവർ വോട്ട് ചെയ്യാതിരിക്കുന്നത്? അപ്പോൾ കേരളത്തിലെ 2 മുന്നണികൾ അല്ലെങ്കിൽ 3 പാർട്ടിയും, പ്രധാനപ്പെട്ട 3 പാർട്ടിയും അഴിമതിക്കാരാണെന്നാണ്. എല്ലാ പാർട്ടിയും പ്രധാനപ്പെട്ട 3 പാർട്ടി അഴിമതിക്കാരെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ എനിക്ക് BJPയോട് ഒരു ചായവ് ഇല്ലാതില്ല. കുറച്ചധികം അവര് സമൂഹത്തിൽ സംഖ്യ എന്ന് പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. കാരണം വേറൊന്നും കൊണ്ടല്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, എന്തായാലും ഒരു സംഖ്യ പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കില്ല. ഞാൻ സംഖ്യയാണെന്ന് നിങ്ങൾ അഴിമതി അല്ല, രാജ്യത്തിന്റെ നന്മ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എന്നെ സംഖ്യ എന്ന് വിളിച്ചാൽ ഞാൻ അത് അംഗീകരിക്കും. ആ കിരീടം ഞാൻ എടുത്താൽ തീർച്ചയായും ഞാൻ പ്രതീക്ഷിക്കുന്നത് അടുത്ത തവണ LDF സർക്കാർ ഞാൻ വരെന്ന് പ്രാർത്ഥിക്കുന്നു. K. സുധാകരനും VD സതീശനൊക്കെ പഴയ പോലെ ഈ കോൺഗ്രസിന്റെ കൂടി സതീശൻ വീഡിയോ നടക്കട്ടെ, അതെ, കൂടി പിടിച്ച് നടക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ.